ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ. അപ്പം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നത് പോലെ ലോങ് ഹെയർ, ഹെൽത്തി ഹെയറിന് ചെയ്യുന്ന റെമഡീസ്, ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടിപ്പ് ചെമ്പരത്തി താളിയാണ് കേട്ടോ. ഞാൻ പൊതുവേ കെമിക്കൽസ് ഒന്നും എൻ്റെ മുടിയിൽ ഉപയോഗിക്കാറില്ല. അതുമാത്രമല്ല, ഇത് ഹെറിഡിറ്ററിയാണ്. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനും എൻ്റെ മമ്മിക്കും ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഗ്രാൻഡ് മദറിനില്ലായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി മൊട്ടും, ചെമ്പരത്തിയുടെ കിളുനിലയും പിന്നെ കറ്റാർ വാഴപ്പുള്ളയുടെ പൾപ്പും കൂടെ എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് എല്ലാം പറഞ്ഞു തരാവേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക കേട്ടോ. മറന്നു പോകരുത്, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മിക്സിയിലോട്ടിടാം. ഇത് നല്ലവണ്ണം ഒന്നും അരയ്ക്കേണ്ട, ഒന്ന് ഉടഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇതങ്ങ് അരഞ്ഞു പോയി കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ അരിച്ചെടുത്തും തേക്കാം, അല്ലാതെ ഇങ്ങനെ തന്നെ നമുക്ക് തേക്കുകയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും തേക്കാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാനിത് അരിച്ചെടുത്തത് കേട്ടോ. കാരണം എനിക്ക് അരിച്ചെടുക്കാതെ പറ്റത്തില്ല. എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ടി വരും. ഒരു ടാങ്ക് വെള്ളം ഒഴിച്ചാലും എൻ്റെ അഴുക്ക് പോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത് അരിച്ചെടുത്തു. അപ്പം പിന്നെ അതിൻ്റെ അരിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ അലോയിവേറയുടെ പൾപ്പും ചെമ്പരത്തി പൂവും ചെമ്പരത്തി മുട്ടും കിളുനിലയും കൂടെ അരിച്ചെടുത്ത് ഞാൻ കേട്ടോ. ഒരു തോർത്തിനകത്ത് അരിച്ചെടുത്താൽ മതിയേ. അപ്പം ഞാൻ അരിച്ചെടുത്തത് ഞാനിനി എൻ്റെ ഹെഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. ഹെഡിലേക്കല്ല, ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണേ. പിന്നെ നമ്മൾ കുറച്ചെടുക്കുക. ഇത് നമുക്ക് എടുത്താൽ അങ്ങനെ വരാൻ പാടാ കേട്ടോ. എന്നാലും അണ്ടേ ഇങ്ങനെ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഓഫ് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഞാൻ എൻ്റെ തലയിൽ മൊത്തം തേച്ചു കണ്ടോ, മൊത്തം തേച്ച് പിടിപ്പിച്ച്. ഇനി ഒരു ½ hour നമ്മളിത് വെച്ചിട്ട് ഒന്നീ ഷാമ്പു ഇട്ട് കഴുകണോ, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴുകുക. എന്തായാലും നമ്മളിപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മീൻസ് ചെമ്പരത്തി മുട്ടും ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും നമ്മുടെ അലോയിവേറയുടെ പൾപ്പ് കൂടിയിട്ട് നല്ലവണ്ണം അടിച്ചേച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക. അരിച്ചിട്ട് കേട്ടോ, തോർത്തിനകത്ത് അരിച്ചാൽ മതിയേ. തോർത്തിനകത്ത് അരിച്ചെടുത്താൽ മതി. തോർത്തിനകത്ത് അരിച്ചെടുത്തിട്ട് നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. എന്നിട്ട് നമ്മുടെ തല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല സിൽക്കി ഹെയർ ആയിരിക്കും. നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് സുഖം ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എൻ്റെ തല കണ്ടല്ലോ, ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു ഓൾ, ലവ് യു. ഞാൻ കുളിയും കഴിഞ്ഞെത്തി. ഞാൻ നോക്കുമായിരുന്നു എവിടെ നിൽക്കുവാന്ന്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ കുളിച്ചിട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇനി മുടിയൊക്കെ അഴിച്ചിട്ട് ഒന്ന് കോതി വൃത്തിയാക്കി വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കാം ഹെയർ എങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നല്ല സുഖമുണ്ട് തലയ്ക്ക് കേട്ടോ. അപ്പൊ ഞാൻ മുടിയെല്ലാം അഴിച്ച് കോതി വൃത്തിയാക്കിയിട്ട് ഞാൻ വരാവേ. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ഇച്ചിരി ഫാനിന്റെ മുന്നിൽ നിന്ന് കണ്ട മുടി ഒന്ന് ഉണക്കിയെടുത്ത്. എന്താണെന്നറിയാം, അല്ലെങ്കിൽ അങ്ങ് ഒട്ടിയിരിക്കും. മുടി ഉണക്കി നല്ല സോഫ്റ്റ്. അതായത് എന്റെ മുടി നോക്കിയിട്ട് നല്ല സോഫ്റ്റ് പിടിക്കാം. നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. നല്ല സോഫ്റ്റ്നെസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മുടി ഷാമ്പു ചെയ്ത കണക്കല്ലേ കിടക്കുന്നത് ഇപ്പം, അല്ലേ? മുടി ഷാമ്പു ചെയ്ത കണക്കല്ലേ കിടക്കുന്നത്. ഈ പിന്നെ ചെമ്പരത്തി താളി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടെന്ന്. മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഓരോരോ ടിപ്സുമായിട്ട് വരാം. ശരിക്കും എൻ്റെ ഈ മുടി അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇന്ന് വരെ ബ്യൂട്ടി പാർലറിലും പോയിട്ടില്ല, ആരെ കൊണ്ട് മുടി വെട്ടിക്കാറില്ല. ഞാൻ തന്നെയാണ് മുടിയും വെട്ടുന്നത്. അപ്പം നിങ്ങൾ പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ലോങ് ഹെയർ കിട്ടും. അപ്പം ലോങ് ഹെയർ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോ കാണുക. ഞാൻ നിങ്ങൾക്ക് ഓരോരോ ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു, ഉമ്മ.